അങ്ങനെ ഏകചക്രയിൽ നിന്ന് പാഞ്ചാലദേശത്തേക്കുള്ള യാത്രാമധ്യേ അർജുനൻ പരാജയപ്പെടുത്തിയ അങ്കാരവർണ്ണൻ എന്ന ഗന്ധർവൻ വളരെ അർജൻറ്റായിട്ട് ഒരു പുരോഹിതനെ നേടേണ്ടതിൻ്റെ ആവശ്യകത അർജുനനോട് പറഞ്ഞു. അത് മാത്രമല്ല, അദ്ദേഹം താപത്യ, അർജുന താപത്യ എന്ന് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, നീ എന്നെ ജയിക്കാനുള്ള ഒരു കാരണം, പല കാരണങ്ങളിൽ ഒരു കാരണം നിൻ്റെ ബ്രഹ്മചര്യമാണ്. ബ്രഹ്മചര്യത്തിൻ്റെ ശക്തി അപാരമാണ്. അതുകൊണ്ട് നിങ്ങൾ രാജ്യം കാക്ഷിക്കുന്നവരാണെങ്കിൽ ഹേ താപത്യ, നിങ്ങൾ ഉടനെ ഒരു പുരോഹിതനെ വരിക്കണം. ആ പുരോഹിതൻ 4 വേദങ്ങളും 6 ശാസ്ത്രങ്ങളും അറിയുന്നവനും മനഃശുദ്ധിയുള്ളവനും അതുപോലെ നല്ലവനുമായൊരു പുരോഹിതനെ നിങ്ങൾ വരിക്കണം എന്ന് പറഞ്ഞപ്പോൾ അർജുനൻ ഈ അങ്കാരവർണ്ണനോട് ചോദിച്ചു, അങ്ങ് എന്താണ് എന്നെ താപത്യ എന്നിങ്ങനെ വിളിക്കണ്ടല്ലോ? ഞാൻ കൗന്ദേയനല്ലേ, കുന്തിയുടെ മകനെ കൗന്ദേയൻ എന്നല്ലേ വിളിക്കുക, പിന്നെന്താണ് അങ്ങനെ താപത്യൻ എന്ന് വിളിച്ചത്? അത് പറഞ്ഞുതരാം. നിന്നെ താപത്യൻ എന്ന് ഞാൻ വിളിക്കാനുണ്ടായ കാരണം ഞാൻ നിനക്ക് പറഞ്ഞുതരാം, കേൾക്കുക. പണ്ട് സൂര്യൻ്റെ മകളായിട്ട് താപതി എന്ന് പറഞ്ഞ ഒരു കന്യകയുണ്ടായിരുന്നു. സൂര്യൻ്റെ മകൾ സാവിത്രിയുടെ അനുജത്തി, അതാണ് സൂര്യൻ്റെ പെങ്ങള്, വിവസ്വാൻ്റെ മകള്. സൂര്യൻ, വിവസ്വാൻ എന്ന് പറഞ്ഞ സൂര്യൻ ആയിട്ട് താപതി എന്ന് പറഞ്ഞൊരു യുവതി ഉണ്ടായിരുന്നു. നല്ല സ്വഭാവശീലവും സൗന്ദര്യമൊക്കെ ഒത്തിണങ്ങിയ ഒരു യുവതിയാണ്. അപ്പോൾ സൂര്യൻ്റെ മകളാണ്. അപ്പോൾ ഇവരാർക്ക് കല്യാണം കഴിച്ചു കൊടുക്കും ഈ താപതിയെ എന്നിങ്ങനെ ഒരു ചിന്ത സൂര്യൻ്റെ മനസ്സിലുണ്ടായി. അപ്പോൾ തന്നെ കുരുവംശത്തിൽ, അർജുന നിങ്ങളുടെ വംശം കുരുവംശമാണല്ലോ, അവിടെ സംവരണൻ എന്ന് പറഞ്ഞിട്ട് ആ കാലത്ത് ഒരു രാജാവ് ഉണ്ടായിരുന്നു, സംവരണൻ. ഈ സംവരണൻ ആദിത്യനെ പൂജിക്കുന്ന ആളാണ്. സൂര്യനെ പൂജിക്കുക, സൂര്യനെ നമസ്കരിക്കുക, സൂര്യനെ ഭജിക്കുക. ഒരു സൂര്യഭക്തൻ ആണ് ആര്? ഈ നമ്മുടെ സംവരണൻ. അപ്പം അങ്ങനെ നോക്കിയപ്പോൾ സൂര്യൻ ഇത് മനസ്സിലായപ്പോൾ സൂര്യൻ കിടക്കുക, ഈ സംവരണൻ തരക്കെടില്ലല്ലോ, സംവരണന് തപതിയെ വിവാഹം കഴിച്ചു കൊടുക്കാം, ആവട്ടെ അങ്ങനെ നിശ്ചയിച്ചു. സൂര്യൻ മനസ്സുകൊണ്ട് നിശ്ചയിച്ചു. അപ്പോൾ അതിന് സമയം കാലം ഒക്കെ ഒത്തു വരണ്ടേ, എല്ലാറ്റിനും അതിൻ്റെതായ ഒരു സമയമുണ്ട് മോനെ ദാസ എന്ന് പറഞ്ഞില്ലേ, അതുപോലെ ഒരു സമയമുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന കാലത്തിങ്കൽ ഈ സംവരണൻ നായാട്ടിന് പോയി കുറച്ച് ദൂരം ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കുതിര വലഞ്ഞി ചത്തു. കുതിര ചത്തു. സ്റ്റെപ്പിനി കുതിരയില്ല, കുതിര കാണാനില്ല, കുതിര ചത്തു. പിന്നെ വേറെ ഇപ്പം എന്താ ഗതി? കുതിര ചത്തപ്പോൾ രാജാവ് വനത്തിൽ കിടന്ന് ഇങ്ങനെ നടന്നു. അങ്ങനെ നടന്നുകൊണ്ടിരിക്കെ അദ്ദേഹം അത്യന്തം മോഹിനിയായ ഒരു കന്യകയെ കണ്ടു. കന്യകയെ കണ്ടപ്പോൾ അദ്ദേഹം ഈ കന്യകയോട് ചോദിച്ചു, നീ ആരാണ്? നീ ആരുടെ മകളാണ്? എന്താണ് ഇവിടെ ഇങ്ങനെ നിൽക്കണേ എന്നൊക്കെ ചോദിച്ചപ്പോൾ ആ കന്യക ഒരു ഉത്തരവും പറയാതെ പെട്ടെന്ന് അവിടുന്ന് മറഞ്ഞു. പെട്ടെന്ന് ഈ കന്യകയെ കാണാടായി. അയ്യോ, ഈ സംവരണൻ എന്ന രാജാവിന് ഇതിൽ പരം നിരാശ ഉണ്ടാവില്ല. അദ്ദേഹം അവിടെ ബോധം കെട്ട അവിടെ വീണു. എന്തയ്യ, ബോധം കെട്ട് വീണ് കുറച്ച് അലഞ്ഞൊക്കെ നടന്നു, പക്ഷെ കിട്ടിയില്ല. കന്യക കാണാനില്ല. എവിടെ കന്യക? എവിടെയൊക്കെ ചോദിച്ചു, അവിടെ വീണ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ കന്യക തന്നെ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നു. അതെ എനിക്കോ എന്താ അങ്ങനെ കിടക്കണേ? എന്നൊക്കെ കുലുക്കി വിളിച്ചത് ആ കന്യക. അതെ, എന്നെ കാണാണ്ട് ഞാൻ കേട്ടത് വശം കേട്ടു. നീ ഒരു കാര്യം പറഞ്ഞു, നീ ആരാണ്? എന്നെ ഞാൻ വിവാഹം കഴിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഒരു പ്രണയാഭ്യർത്ഥന അദ്ദേഹം ഈ കന്യകയോട് അവിടെ വെച്ച് നടത്തി. അപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ അങ്ങയെ വിവാഹം കഴിക്കുന്നതിൽ തൽപരയാണ്. അങ്ങ് എൻ്റെ ഹൃദയത്തിൽ കയറിക്കൂടിയുണ്ട്, ഞാൻ അങ്ങയുടെ ഹൃദയത്തിലും കയറിക്കൂടിയുണ്ട്. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, എൻ്റെ അച്ഛൻ്റെ സമ്മതം മേടിക്കണം. എൻ്റെ അച്ഛൻ്റെ സമ്മതം മേടിക്കണമെങ്കിൽ അദ്ദേഹത്തിനെ പൂജ, നമസ്കാരം മുതലായ കാര്യങ്ങളെ കൊണ്ട് തൃപ്തിപ്പെടുത്തണം. ഞാൻ സൂര്യൻ്റെ മകളാണ്, എൻ്റെ പേര് താപതി എന്നാണ്. അതുകൊണ്ട് അങ്ങ് അച്ഛനെ പ്രീതിപ്പെടുത്തിയാൽ അച്ഛൻ നമ്മുടെ വിവാഹം നടത്തി തരുമെന്ന് പറഞ്ഞ് കന്യക അവിടുന്ന് പോയി. കന്യക ഇപ്പോൾ രാജാവ് വീണ്ടും ബോധം കെട്ടുപോയി. കിടക്കണു, രണ്ടാമതും ബോധം കെട്ടു. അപ്പോൾ രാജാവിനെ കുറച്ച് നേരമായിട്ട് കാണാതായി. ഇപ്പം മന്ത്രി കാര്യങ്ങൾ നായട്ടനോ നിൽക്കണല്ലോ, അപ്പോഴാണല്ലോ ഈ സംഭവം ഉണ്ടാവണേ. മന്ത്രിയൊക്കെ അന്വേഷിച്ചു വന്ന, ഭായ് രാജാവ് എന്താ ബോധം കെട്ട് കിടക്കണേ?
എന്ന് വെച്ചു. രാജാവ് എന്തോ ക്ഷീണം കൊണ്ട് എടുക്കാൻ വെച്ച് കുറേ വെള്ളം കൊണ്ടുവന്ന് രാജാവിൻ്റെ തലയില ഒഴിച്ചു. അപ്പോൾ രാജാവ് എൻറ്റു. രാജാവ് എൻറ്റിട്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് രാജാവ് എന്ത് ചെയ്തു വെച്ചാൽ സൈന്യങ്ങളെ മുഴുവൻ കൊട്ടാരത്തിലേക്ക് പറഞ്ഞയച്ചു. മന്ത്രിയോട് കൂടി അവിടെ നിന്ന് രാജാവ് സൂര്യനെ തപസ് ചെയ്യാൻ തുടങ്ങി. സൂര്യനെ തപസ് ചെയ്യണം, എന്നാലേ തപതിയെ കിട്ടുള്ളൂ. സൂര്യൻ്റെ പെങ്ങളാണേ, അല്ല മകളാണ് തപതി. സൂര്യനെ തപസ് ചെയ്യാൻ തുടങ്ങി. തപസ് ചെയ്ത് അതിൻ്റെ ഇടയിൽ രാജാവ് വസിഷ്ഠൻ എന്ന് പറയുന്ന മഹർഷിയെ മനസ്സിൽ വിചാരിച്ചു. വസിഷ്ഠൻ എന്ന് പറയുന്ന മഹർഷിയെ മനസ്സിൽ വിചാരിച്ചിട്ടാണ് രാജാവ് തപസ് തുടങ്ങി. അങ്ങനെ സൂര്യനെ തപസ് ചെയ്ത് 12 ദിവസം കഴിഞ്ഞപ്പോൾ വസിഷ്ഠൻ രാജാവിൻ്റെ അടുത്ത് വന്നു. അപ്പോൾ വസിഷ്ഠൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഈ രാജാവിൻ്റെ ഉദ്ദേശം തപതിയെ കല്യാണം കഴിക്കണം. വസിഷ്ഠൻ ഉടനെ അവിടെ നിന്ന് നേരെ സൂര്യൻ്റെ അടുത്തേക്ക് പോയി. വസിഷ്ഠൻ അങ്ങനെ സിദ്ധിയുള്ള ആളാണ്. അണിമ ഗരിമ മഹിമ ലഹിമ ഈശിത്വം വശിത്വം പ്രാപ്തി പ്രാകാമ്യം, അങ്ങനെ ഐശ്വര്യ സിദ്ധികളുള്ള ആളൊക്കെയാണ്. അതൊക്കെ അതിലപ്പുറത്തുള്ള സിദ്ധിയുള്ള ആളാണ് വസിഷ്ഠൻ നേരെ മേപ്പിട്ട് പോയി സൂര്യനെ ചെന്ന് കണ്ടു. അമേരിക്കയ്ക്ക് പോലും സൂര്യനിലേക്ക് റോക്കറ്റ് വിടാൻ പറ്റിയിട്ടില്ല. വസിഷ്ഠൻ വളരെ കൂളായിട്ട് എവിടേക്ക് പോയി? സൂര്യൻ്റെ അടുത്ത് പോയി. എന്താ വസിഷ്ഠ മഹർഷി ഇരിക്കൂ. അല്ല അപ്പം അങ്ങനെ ഞാൻ വന്നതേ സംവരണൻ അവിടെ തപസ് ചെയ്യുന്നുണ്ട്. അദ്ദേഹം അങ്ങയുടെ മകളെ തപതിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി അവളെ കൊണ്ടുപോകാനാണ് ഞാൻ വന്നത്. എനിക്ക് തന്നാൽ ഞാൻ അവളെ അദ്ദേഹത്തിന് വിവാഹം കഴിച്ചു കൊടുക്കും. എന്താ വിരോധം? ഞാൻ ഈ സംവരണന് തപതിയെ കൊടുക്കണമെന്ന് ആദ്യമേ വിചാരിച്ചിരിക്കുന്ന ആളാ എന്ന് പറഞ്ഞ് ഈ തപതിയെ സൂര്യൻ വസിഷ്ഠൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. വസിഷ്ഠൻ തപതിയുടെ കയ്യും പിടിച്ച് മുകളിൽ ഇങ്ങനെ ഇറങ്ങി വരണ കണ്ടപ്പോൾ രാജാവ് ആകെ സന്തോഷത്തോടെ നൃത്തം വെച്ചു. അതാ വരുന്നു തപതി. വസിഷ്ഠൻ തപതിയെ കൊണ്ട് നേരെ ഭൂമിയിൽ വന്നു. അവിടെ വെച്ച് ഗംഭീരമായിട്ട് ഈ സംവരണൻ്റെയും തപതിയുടെയും വിവാഹം അങ്ങോട്ട് നടത്തി. ഇടിപിടിയായിട്ട് കല്യാണം നടത്തി. രാജാവ് പറഞ്ഞു, ഒക്കെ പൊക്കളെ, നിങ്ങളെല്ലാവരും പോയി രാജ്യം നോക്കുക, ഞാൻ കുറച്ചിവിടെ ഹണിമൂൺ ആഘോഷിക്കട്ടെ, ഇത് കഴിഞ്ഞിട്ട് ഞാൻ വരുന്നുള്ളൂ എന്ന് പറഞ്ഞ് രാജാവ് സൈന്യങ്ങളെ, രാജ്യത്തിൻ്റെ ചുമതലയൊക്കെ വേറെ ആളുകളെ ഏൽപ്പിച്ച് വസിഷ്ഠൻ അത് കഴിഞ്ഞ് അദ്ദേഹം പോയി. രാജാവ് അവിടെ ഹണിമൂൺ ആഘോഷിക്കാൻ, രാജ്യത്തിൻ്റെ കാര്യങ്ങളൊക്കെ വേറെ ആൾ നോക്കട്ടെ. ഇപ്പോൾ ഞാൻ മോഹിച്ച ബോധം കെട്ട് 2 പ്രാവശ്യം ബോധം കെട്ട് വീണ പെണ്ണിനെ എൻ്റെ കയ്യിൽ കിട്ടിക്കുക, പിന്നെ ഞാൻ ഉടനെ രാജ്യത്തിൽ വരാൻ പറ്റും, ഹണിമൂൺ കഴിയട്ടെ എന്നിട്ട് വരാം എന്ന് പറഞ്ഞ് തപതിയും സംവരണനും കൂടി അവിടെ ഹണിമൂൺ ആരംഭിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത് കഴിയുന്നില്ല. ഹണിമൂൺ കഴിയുന്നില്ല. 12 കൊല്ലാണ് ഹണിമൂൺ. ആരുടെ? നമുക്കിവിടെ കല്യാണം കഴിഞ്ഞ് 2 ദിവസം വിളിക്കും രാജാകരമോട് ഹണിമൂൺ കഴിച്ചു. ഇവിടെ 12 കൊല്ലം തപതി, സൂര്യൻ്റെ മകള് തപതിയും സംവരണൻ എന്ന രാജാവും കൂടി പൊടി പൊടിച്ച ഹണിമൂൺ. വെള്ളത്താമര മുട്ടുപോലെ വെണ്ണക്കൽ പ്രതിമ പോലെ കുളിക്കാനിറങ്ങിയ പെണ്ണേ, നിന്റെ കൂടെ ഞാനും വന്നോട്ടെ, ആരെങ്കിലും കണ്ടാലോ അത് കണ്ടുപിടിച്ചാലോ എന്നൊക്കെ പാടിയിട്ട് സംവരണനും തപതിയും കൂടി ഗംഭീര ഹണിമൂൺ. 12 കൊല്ലം കഴിഞ്ഞു. രാജാവ് രാജ്യത്തിൽ പോണില്ല. അങ്ങനെ വന്നപ്പോൾ ഇവിടെ ഹണിമൂൺ തുടങ്ങി 12 കൊല്ലം ഇന്ദ്രൻ സംവരണൻ്റെ രാജ്യത്ത് മഴ പെയ്യിച്ചില്ല. ഇന്ദ്രനാണ് മഴ പെയ്യിക്കുന്ന ആള്. 12 കൊല്ലവും സംവരണൻ്റെ രാജ്യത്ത് മഴയില്ല, കരിഞ്ഞ് വിളവില്ല, ജനങ്ങൾ പരസ്പരം കൊന്ന് തിന്നാൻ തുടങ്ങി, ഭക്ഷണ സാധനങ്ങളൊന്നുമില്ല. അങ്ങനെയുള്ളൊരു ഘട്ടം വന്നപ്പോൾ വസിഷ്ഠൻ തിരിച്ചു വന്നു. വസിഷ്ഠന് മനസ്സിലായി ഈ രാജ്യം കുഴപ്പമാണ്. വസിഷ്ഠൻ നേരെ സംവരണൻ്റെ അടുത്തേക്ക് വന്നു. അവിടെ വെള്ളമില്ല, ആൾക്കാർ കൊന്നു തിന്നാ, അങ്ങനെയാ എന്ന് തീരുമാനിച്ച് സംവരണൻ രാജ്യത്തിൻ്റെ ദുസ്ഥിതി വസിഷ്ഠനിൽ നിന്ന് മനസ്സിലാക്കുകയും ഉടനെ തന്നെ സംവരണൻ തൻ്റെ രാജ്യത്തേക്ക് തിരിക്കുകയും ചെയ്തു. അപ്പോൾ സംവരണൻ അവിടെ കാലുകുത്തിയോടുകൂടി ഗംഭീര മഴ തുടങ്ങി. നമ്മുടെ ഋഷ്യശൃംഗൻ പണ്ട് രോമപാത രാജാവിൻ്റെ ചമ്പാപുരിയിൽ കാലുകുത്തിയപ്പോൾ മഴ പെയ്തതോടുപോലെ ഈ സംവരണൻ 12 കൊല്ലത്തെ ഹണിമൂൺ കഴിഞ്ഞ് 12 കൊല്ലവും ഇന്ദ്രൻ അദ്ദേഹത്തിൻ്റെ രാജ്യത്ത് മഴ പെയ്യിക്കാതെ വരൾച്ചയുണ്ടായി, ജനങ്ങളെ പരസ്പരം കൊന്നു തിന്നുന്നു എന്നറിഞ്ഞ് വസിഷ്ഠൻ അഭ്യർത്ഥിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ സംവരണൻ അവിടെ വന്നതോടുകൂടി ഗംഭീര മഴ, പൊടി പിടിച്ച മഴ പെയ്തു. രാജ്യം സമ്പൽ സമൃദ്ധമായി. അങ്ങനെ സംവരണൻ അവിടെ എത്തി.